ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുങ്ങി നിൽക്കുകയാണ്. എവിടെ പോകാനാണ്? എറണാകുളം വരെ പോകണം കേട്ടോ. ചുമ്മാ ഒന്ന് കറങ്ങിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ടുപേരും ഇവിടെ ഇരിപ്പുണ്ട്. അമ്മയിൽ ലിജിമോള് കിടക്കുന്നു, അമ്മ അവിടെ ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ വേഗം പോ, അച്ഛൻ എന്നെ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ 11:15 ട്രെയിന്. അപ്പോൾ എന്തായാലും വേഗം പോയി ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എറണാകുളം അപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തേക്ക് നടക്കണം. അപ്പുറത്തേക്ക് നടക്കുന്ന വെച്ചാൽ അപ്പുറം കിടക്കാനുള്ളത് കൊണ്ട് എവിടം വരെ നടന്നിട്ട് നമുക്കറിയാമല്ലോ, ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. വരാറായിട്ടൊന്നുമില്ല, അവിടെ നിന്ന് പുറപ്പെട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോയി വെയിറ്റിംഗ് ഷെഡിൽ പോയിരിക്കാം കേട്ടോ. നല്ല വെയിലാണ്, രക്ഷയില്ലാത്ത വെയിൽ. പക്ഷേ ഞാൻ കുടയൊന്നും എടുത്തില്ല. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുടയൊന്നും കൊണ്ട് നടക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് എറണാകുളത്ത് പോയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യണം. ലിതിമോളുടെ അടുത്തോണം ഇതൊക്കെയാണ് കേട്ടോ പ്ലാന്. ലിതിമോളെ കാണാൻ ഭയങ്കര കൊതി. അപ്പോൾ അതിന് പോകാമെന്ന് വിചാരിച്ചു. കുറേ ആയില്ല നമ്മൾ പോകട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് അപ്പുറം കിടക്കാതെ ട്രെയിൻ പോകുമോ എന്തോ. ഇല്ല, വന്നില്ലല്ലോ. നമ്മളിത് എവിടെ ചെല്ലണം കേട്ടോ നടന്ന്. അങ്ങനെ നമ്മൾ അപ്പുറം കറന്നിട്ടുണ്ട് കേട്ടോ. മര്യാദയ്ക്കൊരു കുടവുണ്ട്, നടന്നാൽ മതിയായിരുന്നു. ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിൽ കേട്ടോ. അപ്പുറത്തുനിന്ന് ഇപ്പുറം വന്നിട്ട് ഇതേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇങ്ങനെ പണിതിട്ടുണ്ടായിരുന്നില്ല, ഇപ്പം അടിപൊളിയാക്കിയിട്ടുണ്ട്. അതിന് ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കൊല്ലത്തുനിന്ന് ട്രെയിൻ എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ വരാനായിട്ട് ഏകദേശം 5-10 മിനിറ്റ് എടുക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഫോണൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അധികം ആളുകളൊന്നും ഇല്ല കേട്ടോ മൺട്രോത്തുരുത്തുനിന്ന് കയറാനായിട്ട്. ഈ സ്റ്റേഷനിലാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് പണികളൊക്കെ നടക്കുന്നുണ്ട്. കണ്ടോ, അപ്പുറേ കുറേ പേര് ജോലി ചെയ്യുന്നുണ്ട്. ട്രെയിനിൻ്റെ സൗണ്ട് അകലേന്ന് കേട്ടതേ ഞാൻ എണീറ്റ് നിന്നു കേട്ടോ. അപ്പം നമ്മളിപ്പോൾ അതുപോലെ മെമൂന് തന്നെയാണ് പോകുന്നത്. നമ്മളെല്ലാ തവണ ഇടുക്കിക്ക് പോകുന്നത് മെമൂനല്ലേ. അപ്പോൾ ഈ തവണയും ഞാൻ മെമൂന് തന്നെയാണ് കയറുന്നത്. വേറൊന്നുമല്ല, ഇവിടെ നിർത്തുന്നതിൽ ചുരുക്കം ചില ട്രെയിനുകളിലൊന്നാണ് മെമു. പിന്നെ ഇതിൻ്റെ യാത്രയൊക്കെ സുഖകരമാണ്. പിന്നെ ലേഡീസ് കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ പതിവ് പോലെ ഞാൻ ഇത്തവണ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലല്ല കയറിയത്, ജനറലാണ് കയറിയത് കേട്ടോ. അപ്പോൾ ഓരോ സീറ്റിലും ഓരോ ആളുകൾ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വലിയ തിരക്കൊന്നുമില്ല, നല്ല രീതിയിൽ ഇരുന്ന് പോകാൻ പറ്റി. പിന്നെ നമ്മൾ ജനറലിൽ കയറിയാലും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ ഇരുന്ന് പോരാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു ട്രെയിനിൽ. ഞാൻ എന്നിട്ട് സൈഡിലേക്ക് വന്നു, വിൻഡോ സീറ്റിലേക്ക് വന്നിരുന്നു. എന്നിട്ട് പുറത്തത്തെ കുറച്ച് കാഴ്ചകളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഈ കമ്പി എന്ത് ചെയ്താലും സമ്മതിക്കുകയില്ല. പിന്നെ എനിക്ക് ട്രെയിനിൻ്റെ ആ വാതിക്ക് പോയിക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കില്ല. അങ്ങനെ ഞാൻ എറണാകുളം ജംഗ്ഷനിൽ വന്നിറങ്ങി. ഈ മെട്രോ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് എറണാകുളം ജംഗ്ഷൻ വരെയാണുള്ളത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഫ്രണ്ടിലേക്ക് നടന്നു. അവിടെ തന്നെ അടുത്താണ് മെട്രോ സ്റ്റേഷൻ. ഞാൻ ബസ്സിന് പോകാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്, ആലുവ വരെ. അപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലും 1.5 മണിക്കൂർ നമുക്ക് പോകും. ഇതാകുമ്പോൾ അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ചെല്ലാം. എൻ്റെ ഫ്രണ്ട് ആലുവയിലാണ് കേട്ടോ ഉള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് മെട്രോയിൽ ഒറ്റയ്ക്ക് പോകുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനും ഇപ്പോഴാണെങ്കിലും ടെൻഷനും പേടിയും ഉണ്ട്. എങ്കിൽ പോലും അത് അത്ര വലിയൊരു പേടിയൊന്നുമല്ല കേട്ടോ. നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര മടിയുള്ള ഒരാളായിരുന്നു. മടി തന്നെയുള്ള ഒരു പേടിയുള്ള ആളായിരുന്നു. പക്ഷേ എനിക്കിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേടിയില്ല. ഒറ്റയ്ക്ക് ഞാൻ മെട്രോയിൽ കയറി എന്നിട്ട് ഞാൻ ഇതേ പോവുകയാണ്. അതൊക്കെ എനിക്കെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണെങ്കിൽ പോലും പ്രൗഡായിട്ട്, എനിക്ക് സ്വന്തമായിട്ട് പ്രൗഡായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. തന്നെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ മെട്രോ സ്റ്റേഷൻ കയറാൻ വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണ് പോകുന്നത്. അത് ആലുവ ഭാഗത്തേക്ക്. പ്ലാറ്റ്ഫോം നമ്പർ 1 എന്ന് പറയുന്നത് തൃപ്പൂണിത്തറ ഭാഗത്തേക്ക്. അങ്ങനെയാണ് കേട്ടോ പോകുന്നത്. അത് കുറേ നേരം നിന്ന ശേഷം, കുറേ നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3-4-5 മിനിറ്റ്. അപ്പോൾ അങ്ങനെ നിന്ന ശേഷം നമ്മുടെ മെട്രോ എത്തിയിട്ടുണ്ട്. മെട്രോ എത്തിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. സ്കൂളിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് മെട്രോയിൽ കയറി പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വരുന്നത് എൻ്റെ കുഞ്ഞേച്ചിയുടെ കൂടെ. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറുമായിരുന്നു. പക്ഷേ ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ വന്ന് ടിക്കറ്റ് എടുത്ത് കയറുമൊന്നുമില്ല. നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്
എപ്പോഴും ഞാൻ വന്നിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ച ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മളെപ്പോഴും ഇൻഡിവിജ്വലായിട്ട് ജീവിക്കാൻ പഠിക്കണം. എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ സർവൈവ് ചെയ്യാൻ നമുക്ക് പറ്റണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കാരണം നമുക്കൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, പെട്ടെന്നൊരു സിറ്റുവേഷൻ വന്ന് നമ്മൾ പേടിച്ച് നിൽക്കാതെ നമുക്ക് മുന്നോട്ട് വന്ന് നമ്മൾ ചെയ്യാനുള്ള ഒരു നമുക്ക് കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവണം. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി മെട്രോയിൽ കയറിപ്പോയി. കാരണം നമുക്ക് സമയം ലാഭമാണ് കേട്ടോ. എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ആലുവ വരെ ടിക്കറ്റ് ചാർജ് വരുന്നത് 50 രൂപയാണ് കേട്ടോ. അത് വലിയ നഷ്ടമൊന്നുമല്ല. അങ്ങനെ നമ്മൾ എണീറ്റ് നിന്നേ, കുറച്ച് നേരം ഇരുന്നു. അതിന് ശേഷം എണീറ്റ് നിന്നു. എന്നിട്ട് നമ്മൾ ആലുവയിലെത്തി ഡോറ് തുറക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അങ്ങനെ ഡോറ് തുറന്നു, നേരെ ഓടി ലിഫ്റ്റിൽ കയറുകയാണ് ചെയ്തത്. കാരണം നമ്മൾ ഇറങ്ങിയതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ലിഫ്റ്റ് ഉണ്ടായിരുന്നത്. ഒത്തിരി പേര് ഇറങ്ങിയാലും നമുക്ക് വേഗം തന്നെ കയറിയിട്ട് പോകാൻ പറ്റി. എന്തെങ്കിലും കുടിക്കുകയോ കഴിക്കുകയോ എന്തെങ്കിലും ചെയ്യണം. നല്ല വിശപ്പുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വിശപ്പാണ്. അപ്പോൾ താഴെ ഏതെങ്കിലും കടയുണ്ടെങ്കിൽ കയറി നമുക്ക് കുടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ ഈ ജ്യൂസ് കട വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ മെട്രോ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് ആലുവയിൽ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഞാൻ പറയണ്ടേ, ആൾ വരണം, വന്നിട്ട് നമുക്ക് കണ്ടിട്ട് വീട്ടിൽ പോകണം കേട്ടോ. ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നതാണേ. നോക്കാൻ ജ്യൂസൊക്കെ കുടിച്ചിട്ടൊക്കെയിരിക്കുകയാണ്. നല്ലൊരു ചായയുടെ മരുന്ന് തൊട്ട് മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരു ഗ്രേപ്സാണ് വരുന്നത്. നല്ല ഇതാക്കും, നല്ല വിശപ്പുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗ്രേപ്സ് ജ്യൂസ് വന്നിട്ട് കുടിക്കാം. അങ്ങനെ കുറച്ച് കുടിച്ചപ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം നല്ല ചൂടുണ്ടായിരുന്നു. ആ ചൂടിൽ കുറച്ച് കുടിച്ചപ്പോഴത്തേക്കും ഒരു സ്വർഗം കിട്ടിയ ഫീലാണ് എനിക്ക്. നിങ്ങൾക്കറിയാമല്ലോ, തണുത്തതൊന്നും കുടിക്കാനൊന്നും പാടില്ലാത്ത ആളാണ് ഞാൻ. എങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ കുടിച്ചു പോവുകയാണ്. എനിക്ക് കുറച്ച് കുടിച്ചപ്പോഴത്തേക്കും മതിയായിരുന്നു. പിന്നെ ഞാൻ എടുത്ത് കുടിച്ചു. കാരണം ഇത്ര രൂപയ്ക്ക് 70 രൂപയാണ് ഒരെണ്ണത്തിന്. അപ്പോൾ അത്രയും കൊടുത്ത് മേടിക്കുന്നതല്ലേന്ന് ഓർത്ത് കുടിച്ചു കേട്ടോ. അങ്ങനെ കുറച്ച് കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ താഴത്തേക്ക് പോകണം. അപ്പോൾ അവനെ വിളിച്ചപ്പോൾ പറഞ്ഞു ഒരു ഓട്ടോ വിളിച്ചിട്ട് പോരെ, അവൻ വർക്കിലാണുള്ളത്. വർക്കായതുകൊണ്ട് ഓട്ടോ വിളിച്ചിട്ട് നീ സ്റ്റാൻഡിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മെട്രോ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി. എറണാകുളം കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന പഴയ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ ചെറുപ്പമായിരുന്ന സമയത്ത്, എനിക്ക് ഏകദേശം 8, 9, 10 പഠിക്കുന്ന സമയമാണ് കേട്ടോ. ഒത്തിരി ചെറിയ കൊച്ചല്ല, എങ്കിൽ പോലും ആ സമയങ്ങളിലൊക്കെ കുഞ്ഞാച്ചിമാർ ഇവിടെ ജോലി ചെയ്യാണ് കേട്ടോ. എനിക്ക് വെക്കേഷൻ സമയങ്ങളിലൊക്കെ ഞാൻ അവരുടെ കൂടെ ഇങ്ങോട്ട് വരും. ആദ്യമൊക്കെ വരുന്ന സമയത്ത് എനിക്കൊരു പ്രത്യേക അത്ഭുതമായിരുന്നു കേട്ടോ. വലിയ വലിയ ബിൽഡിങ്ങുകൾ, ട്രെയിന്, അതൊക്കെ കാണുമ്പോൾ ഉള്ള ഒരു കൗതുകം. പിന്നെ ലുലുവിലൊക്കെ പോകുമ്പോൾ പറയണ്ട, എസ്കലേറ്റർ കയറുമ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഓർമ്മകൾ എനിക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ 2019 ഞാൻ ജോലിക്ക് വേണ്ടി വരുന്നത്. ആ സമയത്താണെങ്കിലും നമ്മളൊക്കെ ജോലിക്ക് പോകുന്ന രാവിലെ 7 മണിക്ക് പോയിട്ട് 8 മണിക്ക് തിരിച്ചു വരും. അങ്ങനെ ഒരുപാട് പരിചയമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ എറണാകുളം എന്ന് പറയുന്നത്. നല്ല നല്ല ആളുകളുള്ള സ്ഥലമാണ്, നല്ല കാഴ്ചകളുള്ള സ്ഥലമാണ്. അപ്പോൾ ഒരുപാട് ഓർമ്മകളൊക്കെ ബാക്കി വെച്ചുകൊണ്ടാണ് ഞാൻ പലപ്പോഴും എറണാകുളത്തോട് ഇവിടെ എറിഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഓട്ടോ വിളിച്ചിട്ട് നേരെ നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡിലേക്കല്ല പോകുന്നത്, KSRTC സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. പുതിയ സ്റ്റാൻഡൊക്കെ പണിത് ഞാൻ നേരത്തെ വീഡിയോകളിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും അവിടെ അവൻ വരും, വന്ന് കണ്ട് സംസാരിച്ചിട്ടൊക്കെ പോരാന്ന് വെച്ചാൽ. കാരണം കുറേ നാളായി കണ്ടിട്ട്. അപ്പോൾ ആരാ എന്താണെന്നൊക്കെ ഞാൻ വഴിയേ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ആൾക്കങ്ങനെ വീഡിയോയിലൊന്നും വരുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പ്രത്യേകം വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചെന്ന് കണ്ട് എനിക്ക് സന്തോഷമായി ആൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും. പിന്നെ ഓട്ടോയ്ക്ക് കൊടുത്തത് 50 രൂപയാണ്. ഇപ്പം നമുക്ക് പോരാനായിട്ട് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നമ്മൾ കൊല്ലത്തു നിന്നാണ് പോരുന്നെങ്കിൽ ട്രെയിൻ പിടിച്ച് എറണാകുളം ഇറങ്ങുക, അങ്ങനെ പോരുക. നമുക്ക് ഒരു യാത്രയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും 500 രൂപ പോലും വേണ്ട. ഫുഡൊക്കെ കഴിച്ച് എല്ലാം ആകുമ്പോഴത്തേക്ക് 500 രൂപ മതി. രാവിലെ 35 രൂപ കൊടുത്തിട്ട് ട്രെയിന് പോകുന്നു. അവിടുന്ന് 50 രൂപ കൊടുത്തിട്ട് മെട്രോയ്ക്ക് പോകുന്നു. അപ്പോൾ എത്രയായി? 85 രൂപ. പിന്നെ 70 രൂപയുടെ നമ്മൾ ഒരു ജ്യൂസ് കുടിച്ചു. ശേഷം നമ്മൾ സ്റ്റാൻഡ് വരെ വന്നതിന് 50 രൂപയായി.
അവിടുന്ന് ഇനി നമ്മൾ അവൻ്റെ കൂടെ തന്നെ അവൻ കൊണ്ടയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് സ്റ്റേഷൻ വരെ. അങ്ങനെ അവൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ജോലി തിരക്കൊക്കെ ആയതുകൊണ്ട് പുള്ളി ഫുൾ ടൈം ബിസിയാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് എന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവിടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നമ്മൾ കളമശ്ശേരി സ്റ്റേഷനിൽ നിന്ന് കയറാമെന്ന്. അങ്ങനെ ഒരു കാട്ടിൻ്റെ ഭാഗത്തോടെ പോകണം. ഈ കാടൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമെന്ന് അറിയില്ല. കളമശ്ശേരിക്ക് പോകുന്ന വഴിയാണ്. അങ്ങനെ ഞാനൊരു ലൈം കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ, അവിടെ കുറേ കടകളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നാണ് നമ്മൾ ഒരു ലൈം കുടിക്കാൻ പോകുന്നത്. ലൈമൊക്കെ കുടിച്ച ശേഷം അവൻ തിരിച്ച് തന്നെ കൊണ്ടുവിടുകയാണ്. നമ്മൾ കളമശ്ശേരി ഞാൻ പറഞ്ഞല്ലോ മെട്രോയിൽ നിന്ന് കയറാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ പോകുന്ന വഴി കളമശ്ശേരി HMD കമ്പനിയുടെ ഫ്രണ്ടിൽ കൂടെയാണ്. HMD കമ്പനിയെക്കുറിച്ചാണെങ്കിലും ഒരുപാട് ഓർമ്മകളുണ്ട് കേട്ടോ. ഞാനും അശ്വതയൊക്കെ ഞങ്ങളുടെ ഡിഗ്രി സമയത്ത് പ്രൊജക്റ്റിന് വന്നത് ഇവിടെയാണ് 2019. അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മയാണ് കേട്ടോ. അങ്ങനെ മെട്രോ സ്റ്റേഷനിലെത്തി ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് ഇതേ ഇവിടെ സ്കാൻ ചെയ്യണം. അതിൻ്റെ അകത്തൊരു QR കോഡ് ഉണ്ട് കേട്ടോ. അങ്ങനെ സ്കാൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് അവിടെ ഉള്ളിലേക്ക് കയറാനും ഇറങ്ങാനും പറ്റത്തുള്ളൂ. പിന്നെ തൃപ്പൂണിത്തറ ഭാഗത്തേക്ക് പോകുന്ന സെക്കൻഡ് പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ വൈറ്റിലേക്കാണ് കേട്ടോ ടിക്കറ്റ് എടുത്തേക്കുന്നത്. അവിടെ ഇറങ്ങി പിന്നെ ബസ്സിന് കയറിയിട്ട് നമ്മൾ ലിതിമോളുടെ അടുത്തേക്ക് പോകണം. നല്ല വിശപ്പുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ അവൻ ഫുഡ് കഴിക്കാൻ നിർബന്ധിച്ചു, എങ്കിലും ഫുഡ് കഴിച്ചില്ല. ഒരു പഴംപൊരി കഴിച്ചിട്ടുണ്ടായിരുന്നു, അത് നിങ്ങളെ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. എന്നാലും വിശപ്പുണ്ട് കേട്ടോ. ഇത്രയും നേരം ഇരുന്ന് പോകുന്നത് കൊണ്ടുള്ള വിശപ്പൊക്കെ ഉണ്ട്. നല്ല ചോറും പിന്നെ കുറച്ച് മീൻകറിയൊക്കെ കഴിക്കാൻ ഭയങ്കര കൊതിയാവുന്നുണ്ട്. ഞാൻ കുറേ നാളായി ചോറ് കഴിച്ചിട്ട്. അപ്പോൾ എന്തായാലും അത് കഴിക്കാനാണ് ഞാൻ മെയിനായിട്ട് പോകുന്നത്. വേഗം തന്നെ ഓടുന്ന കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞാൽ തന്നെ QR കോഡ് സ്കാൻ ചെയ്താൽ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാനതൊക്കെ സ്കാൻ ചെയ്ത് നേരെ ഇറങ്ങിയപ്പോഴാണ് അവിടെ ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കുന്നുണ്ടായിരുന്നു. പുൽക്കൂടുകളൊക്കെ വെച്ച് ബലൂണുകളൊക്കെ ഇട്ട് അങ്ങനെ അടിപൊളിയായി. അങ്ങനെ ഞാനത് ലിഫ്റ്റിൽ കയറി താഴത്തേക്ക് ഇറങ്ങി. താഴെ ഇറങ്ങിയപ്പോൾ തന്നെ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ചില്ലുകൂട്ടിലൊക്കെ കിടക്കുന്ന സാധനങ്ങളിലേക്ക് എൻ്റെ കണ്ണുകൾ ഉടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനതൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ തന്നെ നമ്മൾ സ്റ്റാൻഡിലേക്ക് നടന്നു പോയി. അവിടെ ചെന്ന് ആലപ്പുഴ ഒരു ബസ്സിൽ കയറി നേരെ അരൂർ വന്ന് ഇറങ്ങി. അരൂർ ഇറങ്ങിയപ്പോൾ പാലമ്പണിയൊക്കെ അത്യാവശ്യം ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ പാലത്തിൻ്റെ അടിയിലൂടെ വേണം അപ്പുറത്തേക്ക് കിടക്കാൻ. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കണ്ടോ, ഹെവി സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഭയങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുമല്ലോ. അപ്പം ഞാൻ വേഗം തന്നെ സ്പീഡിൽ നടന്നിട്ട് ക്രോസ് ചെയ്തു. അപ്പുറം അങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഒരു ഓട്ടോ വിളിച്ചു. ഓട്ടോ നോക്കിയപ്പോഴാണ് അപ്പുറം ഇപ്പുറം കലണ്ടർ ഇട്ടിട്ടുണ്ട്. 2026 ചെറിയൊരു കലണ്ടർ ഇട്ടിട്ടുണ്ട്. ഇപ്പുറം 2025 ഒരു കലണ്ടർ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നാ പറഞ്ഞേ ഓടി പറയരുത്, പറയാൻ ഓടിയതാ. അവര് പറയാതെ വന്ന ഞാൻ എന്തേ അവളെന്തേ ഓടല്ലേടാ. എന്താ പറഞ്ഞില്ലാന്ന് പറഞ്ഞിട്ട് ചുമ്മാ പൊട്ടിച്ചു. അങ്ങനെ നമ്മൾ ലിതിമോളുടെ അടുത്തെത്തി. അതെ, പാള് ക്ഷീണിച്ചു. അങ്ങനെ ക്ഷീണിച്ചു, ഭയങ്കര ക്ഷീണം. എത്ര മാസമായി? 7 മാസമായി. എത്ര മാസമല്ലേ വളകപ്പ് നടത്തുന്നത്? 7 വളകാപ്പൊന്നും ഇല്ല കേട്ടോ. 2 ഫോട്ടോ എടുക്കണമെന്നുണ്ട്. കുറച്ച് കുപ്പികളൊക്കെ മേടിച്ചിട്ട് വളകപ്പ് നടത്തും. അതിനിപ്പുണ്ട്, അതൊക്കെ രസമല്ലേ.
രസമാണ്. അപ്പോൾ ഷാഗ് ക്ഷീണമായിട്ട് അപ്പം ഞാൻ കാണാനായിട്ട് കുളിച്ചിരിക്കുമായിരുന്നു, അതുകൊണ്ട് ഞാൻ വേഗം വന്നതാണ് കേട്ടോ. പക്ഷെ ഒന്നും മേടിച്ചോണ്ട് വരാൻ പറ്റിയില്ല. ഞാൻ മേടിക്കാനായിട്ട് ഗൂഗിൾ പേ ചെയ്തപ്പോൾ ഗൂഗിൾ പേ വർക്കാവുന്നില്ല ബാങ്ക്. അപ്പം കയ്യിലും ക്യാഷില്ലായിരുന്നു. കറക്റ്റ് 30 രൂപ ഉണ്ടായിരുന്നുള്ളൂ വണ്ടിക്കൂലിക്ക് കൊടുക്കാൻ. അതുകൊണ്ട് ഞങ്ങൾ പോകുന്നതിന് മേടിച്ചു കൊടുത്തിട്ട് പോകണം. പിന്നെ വേറെ എന്താ, അങ്ങനെ ഇരിക്കുന്നു. വാവ വന്നപ്പോൾ ഞാൻ കിടക്കുമായിരുന്നു. എന്നിട്ട് ക്ഷീണം ഉണ്ടായിരുന്നു. രാവിലെ ജോലിയൊക്കെ തീർന്ന് രാവിലെ തൊട്ട് 2:30 വരെ ജോലി ഉണ്ടായി. 6 തൊട്ട്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് കുറച്ചധികം പണിയുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തിട്ടിരുന്നപ്പോൾ 2:30 ആയി. അപ്പോൾ കുറച്ച് നേരം കയറി കിടന്ന് ഉറങ്ങി വന്നപ്പോഴത്തേക്ക് വാവ വന്നു. ഇവിടെ അമ്മയൊക്കെ ഉണ്ട് കേട്ടോ. അമ്മ ചേട്ടായി പുറത്തുപോയി ആദ്യം കളിക്കാൻ പോയി. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ കാണിച്ചു തരാം. ഓക്കെ.